നമ്മൾ ഇന്നലെ രാത്രി ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു ജാസ്മിൻ ഗബ്രി ബന്ധം തീർന്നു അല്ലെങ്കിൽ അവരെ അടിച്ചു പിരിഞ്ഞു എന്ന് മൊത്തത്തോടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഫെവിക്കോൾ ഒട്ടിച്ചതുപോലെയാണ് ജബ്രി കോംബോ. രാവിലെ എണീറ്റ് രണ്ടും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുമായിരിക്കും എന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം കാണിച്ച ആ ഒരു പിണക്കം അത് കഴിഞ്ഞ് രാവിലെ ആവാൻ പോലും രണ്ടുപേരും കാത്തിരുന്നില്ല. രാത്രി 3:30 മണിക്കാണ് ഇവര് പിന്നെ പാച്ചപ്പ് ആവുന്നത്. ഇതിനെ ഞാൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. രണ്ട് മെയിൻ പോസിബിലിറ്റീസ് ഉണ്ട്, പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒരു ഊഹം മാത്രമാണ്. രണ്ടുപേരുടെ ഉള്ളിരിപ്പ് എന്താണ് എന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആത്മാർത്ഥമായ പ്രണയമാണോ, ഗെയിമിന് വേണ്ടി കാണിക്കുന്ന അഭിനയമാണോ, എന്ത് തേങ്ങയാണ് എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ വിമർശിക്കപ്പെടുന്നത്. ഒരു കാര്യവുമില്ലാതെ ഒരു പുകമറ ഉണ്ടാക്കി നിരന്തരം ഏറി കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജബ്രി കോംബോ. പലരും സിറ്റുവേഷൻഷിപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ ഇവരുടെ ഷിപ്പിനെ കുറിച്ച് പറയാൻ ഒരു ഒറ്റ വാക്കേ ഉള്ളൂ, കുത്തിക്കഴുപ്പ് ഷിപ്പ്. കുത്തിക്കഴുപ്പ് ഇല്ലെങ്കിൽ പിന്നെ ആരെയും ഉറക്കവും കളഞ്ഞ് രാത്രി 3:30 മണിക്ക് ഇതേപോലെ ഇരിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അവര് കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുന്നു, അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഈ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിഹത്യയാണെന്നും പറഞ്ഞുകൊണ്ട് ആരും കമന്റ് സെക്ഷനിലോട്ട് പോകരുത്. ആദ്യത്തെ പോസിബിലിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. ഗബ്രിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്ലേ ചെയ്ത് നിൽക്കാനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ല ഗബ്രിക്ക്. ഗബ്രിയുടെ കൂടെ ജാസ്മിൻ വേണം അതിനകത്ത്. അതിനുവേണ്ടി പുറത്തുനിന്ന് തന്നെ ഇവർ പ്ലാൻ ചെയ്തോ ഇല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ജാസ്മിൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഗബ്രിയെ ലൈറ്റ് ആയിട്ടൊന്ന് തള്ളി പറഞ്ഞ് ഒരു കൗണ്ടർ ഗെയിം കളിച്ചു നോക്കി. അത് ജാസ്മിന്റെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ആ ടെസ്റ്റ് ഡോസിൽ ഗബ്രി വീണു, മാനസികമായി തളർന്നു. എന്നിട്ട് രാത്രി 3 മണിക്ക് ഗബ്രി ഒരു ഗെയിം തിരിച്ചു കളിക്കുന്നു ജാസ്മിനെതിരെ. അതിൽ ജാസ്മിനും വീഴുന്നു. ജാസ്മിനെ തന്നിൽ നിന്നും അകറ്റാതെ കൂടെ നിർത്താനുള്ള ഗബ്രിയുടെ ഗെയിം ആയിരുന്നു അത്. ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത്. ഐ ലവ് യു ജാസ്മിൻ, ഇത് വെറും ഒരു റൊമാൻസ് അല്ല, അതിനും മുകളിലാണ്, അതേം താണ്ടി പുനിതമാനത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ വീണ്ടും പഴയപടി ഗബ്രി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അല്ലേ പിന്നെ ഉള്ള ഒരു പോസിബിലിറ്റിയാണ് ഗബ്രിക്ക് ആത്മാർത്ഥമായ പ്രേമം, വൺ സൈഡ് ലവ്. ജാസ്മിൻ ഇതൊരു നിലനിൽപ്പിനായുള്ള ഒരു പ്രണയ നാടകം. രണ്ടിലേതും ആവാം. റോക്കിയോട് ജാസ്മിൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ എത്താം. ഞാൻ ഈ പറഞ്ഞ രണ്ട് പോസിബിലിറ്റീസിലും പെടാത്ത രണ്ടുപേരുടെ ആത്മാർത്ഥമായ ഒരു പ്രണയവുമായിരിക്കാം ഇത്. ഗബ്രി പറഞ്ഞത് അഭിനയമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണേൽ അങ്ങനെയും ചിന്തിക്കാം. ഇപ്പോഴും ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് ഒരു പുകമറ തന്നെയാണ്. പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ ഇവര് വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനർത്ഥം അവർ നെഗറ്റീവ് ആകുന്നു എന്നും കൂടിയാണ്. ഇന്നലെ അർദ്ധരാത്രിയിൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഇനിയും നെഗറ്റീവ് കൂടുകയുള്ളൂ, അതിൽ ഒരു സംശയമില്ല. രണ്ട് പോസിബിലിറ്റീസിനെ നമുക്ക് തള്ളിക്കളഞ്ഞ് കുത്തിക്കഴുപ്പ് എന്ന വാക്ക് വെച്ച് ഇവരുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത് തന്നെയാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. ജബ്രി കോംബോയുടെ രാത്രി 3:30 മണിയിലെ കുത്തിക്കഴുപ്പ്.